മോദിജീനെ ഞാൻ മീറ്റ് ചെയ്ത് ആദ്യം 2012 2009 ബഡ്ജറ്റ് സ്പീച്ചിൽ ഗവർണൻസ് റിഫോംസിനെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഞാനങ്ങ് ഫ്ലോറായി പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നത് പറയാം. അതാണ് എൻ്റെ പോളിറ്റിക്സ്. ഇത് ഞാൻ അദ്ദേഹത്തിന് പഠിച്ചതാണ്. 95-96 ആദ്യം IT-നെ പറ്റി പറയുന്നതും ടെക്നോ പാർക്കിനെ പറ്റി പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. 2008 ഈ 2G സ്കാം വന്നത്. അതെ, അത് ഞാനാണ് ആദ്യം പാർലമെന്റ്. അങ്ങ് BJP-യുടെ ഒരു മന്ത്രി ആയിരിക്കുമ്പോഴും അങ്ങയുടെ സ്വാധീനം ഏഷ്യാനെറ്റ് പോളിസിയിൽ ഇല്ല. നോട്ട് അറ്റ് ഓൾ. 100%. എല്ലാ പോളിറ്റീഷ്യൻസ് പോയിട്ട് സാഷ്ടാംഗം ചെയ്യണം മാതിരി എനിക്കും അവിടെ പോയി ചെയ്യണം. ഡൽഹി വന്ന അവർ പറയും ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്നിട്ട് ഇവിടെ വന്ന എനിത്തിങ് ബട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്. സ്റ്റാലിൻ എന്ന് പറഞ്ഞത് ആ സമയം കഴിഞ്ഞു. ഇനി ഒരു ചേഞ്ചിന്റെ സമയമാണ്, ഒരു ഡെവലപ്മെന്റ് വികസനത്തിന്റെ സമയമാണ്. ന്യൂസൊക്കെ വാങ്ങാൻ തോന്നുന്നു, കാരണം അത് അത്ര ലാഭകരമെന്ന് തോന്നാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, അത് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാ വെച്ചാൽ, ഏഷ്യാനെറ്റ് കമ്പനി ആയപ്പോൾ അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് കന്നഡ, തമിഴ്, തെലുങ്ക് എല്ലാം ചെയ്യുമ്പോൾ അത് ഞാൻ എന്റർടൈൻമെന്റ് ആയിരുന്നു, പ്യുവർ എന്റർടൈൻമെന്റ്. അത് സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി വന്ന് ജോയിന്റ് വെഞ്ചർ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ മുഴുവൻ വാങ്ങണമെന്ന്. അപ്പോൾ എന്റർടൈൻമെന്റ് മാത്രമല്ല അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ, അത് ന്യൂസ് വാങ്ങാൻ പറ്റത്തില്ല, അത് ഫോറിൻ ഹോൾഡിംഗ് പറ്റില്ല. അപ്പോൾ അത് സ്പ്ലിറ്റ് ആക്കി. അങ്ങനെയാണ് ന്യൂസ് വന്നത്. ഞാൻ ഇപ്പം ന്യൂസിൽ അങ്ങനെ താല്പര്യമുള്ള ഇതായിട്ടൊന്നല്ല ചെയ്തത്. അതൊരു വന്നു. എന്നിട്ട് എനിക്ക് ആ കമ്പനീനെ ഒരു സീരിയസ് മലയാളി കൾച്ചറിലും ഒരു കേരള ഇതിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അതിനൊരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചർ കൊടുത്തു. സോ ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് കമ്പനി ടുഡേ. അപ്പോൾ എന്റർടൈൻമെന്റ് സെക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി പോയി വിറ്റു. ന്യൂസ് മാത്രമേ. അത് ആ ഇൻവെസ്റ്റ്മെന്റ് മാതിരി ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിന്റെ ഗെയിൻസ് ഉണ്ടാക്കി ഒരു പാർട്ട്ണറിന് വിൽക്കുക. അതുകൊണ്ട് ആ എന്റർടൈൻമെന്റ് അങ്ങനെ പോയി. ഈ ന്യൂസിന്റെ കാര്യത്തിലും ജുപ്പിറ്റർ ഓൺ ചെയ്യുന്നതേ ഉള്ളൂ, അല്ല നമുക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അത് ആദ്യമില്ല ഇന്നുമില്ല. എല്ലാ പോളിറ്റീഷ്യൻസ് പോയിട്ട് സാഷ്ടാംഗം ചെയ്യണ മാതിരി എനിക്കും അവിടെ പോയി ചെയ്യണം. അവരൊരു ഉടമ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉടമ എന്ന് പറയുന്ന സാധനമില്ല. അല്ല, അതെങ്ങനെ അതൊരു അല്ല, എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. ബിക്കോസ് അതൊരു ഞാൻ കരുതുന്നില്ല അത് എൻ്റെ കമ്പനിയാണോ ആരുടെ കമ്പനിയാണോ അങ്ങനെ ഞാൻ നോക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കേരളയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ഞാൻ ടച്ച് ചെയ്യാൻ പോകാൻ പോകുന്നില്ല, സമ്മതിക്കില്ല. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് ഷുഡ് വർക്ക് ലൈക്ക് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് അങ്ങ് BJP-യുടെ ഒരു മന്ത്രി ആയിരിക്കുമ്പോഴും അങ്ങയുടെ സ്വാധീനം ഏഷ്യാനെറ്റ് പോളിസിയിൽ ഇല്ല. നോട്ട് അറ്റ് ഓൾ. 100%. അത് BJP-ക്കാരെ ഇടയ്ക്ക് ബഹിഷ്കരിക്കുക. അല്ല, എല്ലാവരും ബഹിഷ്കരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് രാവിലെ തെറി ഈ സൈഡിൽ നിന്ന്, ഉച്ചയ്ക്ക് തെറി ഈ സൈഡിൽ നിന്ന്, വൈകുന്നേരം തെറി വേറെ സൈഡിൽ നിന്ന്. അപ്പോൾ അതാണ് ഒരു സൈൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് ദാറ്റ് ഇൻഡിപെൻഡൻസ് ദേ കണ്ടിന്യൂ ടു. ഈ പ്രതിസന്ധി പറ്റി വലിയ വിവാദം ഉണ്ടാകുമ്പോൾ ഇടപെടാറില്ല ഇത്തരം കാര്യം? ഇല്ല, ഞാൻ നോട്ട് അറ്റ് ഓൾ. എൻ്റെ അവിടെ റോളും ഇല്ല, എന്നെ ആരും വിളിക്കൂല, എൻ്റെ ആരും ചോദിക്കൂല, എൻ്റെ ആരും കേൾക്കൂല. അപ്പം അല്ല, ഏഷ്യാനെറ്റ് ഈ പോക്കിൽ അങ്ങനെ പോട്ടെ എന്ന് വെക്കുന്നു. അല്ല, അവര് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ മാനേജ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആർക്കും അറിയാലോ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ ക്രെഡിബിലിറ്റി, ഇതിൻ്റെ നേരോടെ നിർഭയം നിരന്തരമിൻ്റെ ആ സ്ലോഗൻ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് അവർക്കറിയാം. പാർട്ടിക്കാരുടെ ഇടപെടത്തില്ലേ? BJP-ക്കാർ പറയത്തില്ല അങ്ങനെ അവരെ നിയന്ത്രിക്കണം, അവരൊരു പ്രോ ലെഫ്റ്റ് ലൈനൊക്കെ മിക്കവാറും എടുക്കാറുണ്ടല്ലോ വല്ലപ്പോഴും ഒക്കെ? അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ല, നോക്കൂ, ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ ഒരു ഗ്യാരണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടിങ് ഫാദേഴ്സ് എഴുതി വെച്ചതല്ലേ. ഫ്രീഡം ആർട്ടിക്കിൾ 19. ആ ആർട്ടിക്കിൾ 19 ലെഫ്റ്റ് ലീനിങ് ഒപ്പീനിയനും ഓക്കെ, റൈറ്റ് ലീനിങ് ഒപ്പീനിയനും ഓക്കെ, ഏത് ഒപ്പീനിയൻ ആണെങ്കിലും ഓക്കെ, അത് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യണം. ഇതിൽ നാഷണൽ സെക്യൂരിറ്റി, വയലൻസ്, അതിൽ ട്രെസ്പാസ് ചെയ്യുമ്പോഴാണ് അത് 19(2) ഒരു വയലേഷൻ കൺട്രോൾ. അതാണ്. സോ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിലെല്ലാം ഭയങ്കര ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാൻ UPA ടൈമിൽ ഈ സെക്ഷൻ 66A റൈറ്റ് ടു പ്രിവസി എല്ലാം
PIL ഫയൽ ചെയ്ത് ഫൈറ്റ് ചെയ്ത ആളാണ്. 32 കേസ് എനിക്കുണ്ടായിരുന്നു 66 ആ സമയത്ത്. അത് ഞാനാണ് പെറ്റീഷണർ. അവിടെ പോയി സുപ്രീം കോടതിയിൽ പോയി പെറ്റീഷൻ ചെയ്ത 66A റിപ്പീൽ ചെയ്യുന്നത് ഞാനാണ് പെറ്റീഷണർ ആസ് എൻ MP. സോ എനിക്ക് ഇതിനെ പറ്റിയെല്ലാം കുറച്ചൊരു ധാരണയുണ്ട്. ഈ ഡിജിറ്റൽ നെറ്റ്വർക്ക് എല്ലാം കൂടെ ഒരു കമ്പനി വേറെ കമ്പനിയാക്കി അല്ലേ പിന്നീട് ഏഷ്യാനെറ്റിന്റെയും സുവർണയുടെയും പിന്നെ മറാത്തിയിലൂടെ തുടങ്ങി അതൊക്കെ വേറെ കമ്പനി ആയിട്ടാണോ വരുന്നത്? അല്ല അത് ഒരു സെയിം എൻറ്റിറ്റി സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. അതിൽ ഒരു ഡിജിറ്റൽ സ്ട്രക്ചറും ഉണ്ടാവും, ഒരു ബ്രോഡ്കാസ്റ്റ് സ്ട്രക്ചർ ഉണ്ടാവും. അതൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിന്റെ ഇതാണ്, വേറെ കമ്പനി ആയിട്ടല്ല. ഒരു കമ്പനി തന്നെ. ഈ റിപ്പബ്ലിക്കിലേക്കുള്ള പങ്കാളിത്തമോ? അല്ല, റിപ്പബ്ലിക് ഈ ഏഷ്യാനെറ്റും ഒരു ഇംഗ്ലീഷിൽ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ അവരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഞാനല്ല ഇൻവെസ്റ്റ് ചെയ്തത്. അല്ല എനിക്ക് അതിൽ ഒരു ഇതുമില്ല. എൻ്റെ അതിൽ റോൾ ഉണ്ടെങ്കിൽ അർണബ് ഗോസ്വാമിനെ ടൈംസ് നൗന്ന് പുറത്ത് കൊണ്ടുവന്ന് എൻകറേജ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അല്ല, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ അല്ല അത്. അതെയോ? എൻ്റെ ധാരണ നോട്ട് അറ്റ് ഓൾ. ഞാൻ ഇന്നൊരു വീഡിയോയും ചെയ്തു. ഇല്ല ഞാൻ നോ അത് ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റ് ചെയ്ത്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് റിപ്പബ്ലിക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ആ റിപ്പബ്ലിക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റത്. അത് വിൽക്കുകയും ചെയ്തു. അപ്പൊ ജൂപ്പിറ്റർ ക്യാപിറ്റലിന് അതിന് റോളൊന്നും ഇല്ല നോട്ട് അറ്റ് ഓൾ. അത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാ. ഏഷ്യാനെറ്റ് ന്യൂസ് ഇംഗ്ലീഷിൽ എക്സ്പാൻഡ് ചെയ്യാൻ റിപ്പബ്ലിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് നടന്നില്ല, ശരിക്കും നടന്നില്ല. അപ്പോൾ അവർ വിറ്റു. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു വശത്ത് സേഫായി പോകുമ്പോൾ പുതിയ സംരംഭങ്ങൾക്കൊന്നും പോകേണ്ട, രാഷ്ട്രീയം തന്നെ എങ്ങനെയാണ് ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണല്ലോ MP ആവുന്നത്, പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയം സെലക്ട് ചെയ്യുന്നത്? ടെസ്റ്റ് ഡോസ് ആയത് ഞാൻ വിചാരിച്ചു അതൊരു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ അതിൽ പോളിറ്റിക്സിൽ സർവൈവ് ആവില്ല, എനിക്ക് അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റില്ല ആണ് എൻ്റെ ഒരു അന്ന് ഒരു ഫീലിംഗ്. ബട്ട് 2006 ഞാൻ എൻ്റർ കഴിഞ്ഞിട്ട് ഈ 2008 ഈ 2G സ്കാം വന്നത്. അതെ, അത് ഞാനാണ് ആദ്യം പാർലമെന്റ് ഈ പറയുന്നത് സുക്രാമിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ രാജ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അയാളെ പിടിച്ചു. അപ്പോൾ ഞാൻ പാർലമെന്റിൽ അത് ചെയ്തു. അത് 2008 to 2010 അത് ബ്ലോപ്പ് ചെയ്തപ്പോൾ ഞാനാണ് മുഴുവൻ അതിൻ്റെ പിന്നിൽ എഴുത്തെഴുതി, പെറ്റീഷൻ ചെയ്തു, CAGന് പോയി, റിപ്പോർട്ട് വന്നു. അതെല്ലാം വന്നപ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നു, ഐ ക്യാൻ മേക്ക് എൻ ഇമ്പാക്റ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, ഞാനൊരു ക്ലാസിക് പൊളിറ്റീഷ്യൻ അല്ലെങ്കിലും നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊരു ഫീലിംഗ്, എനിക്ക് ഒരു കോൺഫിഡൻസും വന്നു. അതുകൊണ്ട് 2012 സെക്കൻഡ് ടേം വന്നപ്പോൾ ഞാൻ അഗൈൻ സെഡ് ഓക്കെ ലെറ്റ് us try. എന്നിട്ട് സെക്കൻഡ് ടേമിന് ഇൻഡിപെൻഡന്റ് MP ആയി. അപ്പോൾ പാർട്ടി പൂർണ്ണ പിന്തുണയായിരുന്നു? പാർട്ടി പിന്തുണയായിരുന്നു. അതും ഒരു ജോയിന്റ് സീറ്റ് ആയിരുന്നു, BJPയും JDSന്റെ ജോയിന്റ് ആയിട്ടായിരുന്നു. അതെ, അപ്പോഴും JDSനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് വരുന്നു. 2008 ശരിക്കും ആക്ച്വലി ചോദിച്ചാൽ എപ്പോഴാണ് ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയത്? 2008 ആ 2G സ്കാമാണ് എന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. മാത്രമല്ല ഒരു ചേഞ്ച് വേണം എന്നുള്ള അതിന് ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്കൊരു ക്ഷമതയുണ്ട്, എനിക്കൊരു ശക്തിയുണ്ട്. അന്ന് ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് MP എനിക്ക് ആ കോൺഫിഡൻസ് വന്നത് 2008-09 അപ്പോഴേക്ക് മോദിജിക്കായിട്ട് പരിചയമായി. മോദിജീനെ ഞാൻ മീറ്റ് ചെയ്ത് ആദ്യം 2011 ആൻഡ് 2012. അപ്പോൾ 12 കൊല്ലമായി. അദ്ദേഹം ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ ഓൺ മൈ ഓൺ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. ആൻഡ് ആ മീറ്റിംഗ് എനിക്ക് ഓർക്കാൻ പെടാത്ത മീറ്റിംഗാണ്. ഭയങ്കര ഒരു ഇംപ്രഷനബിൾ മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ടേബിളിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഫയൽ മാത്രം ഉണ്ടായിരുന്നു. കുറേ ടാബ്സ്, ഈ പേപ്പർ ടാബ്സ് ഉണ്ടല്ലോ, യെല്ലോ ടാബ്സ്. എന്നിട്ട് ഞാൻ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം ആ ഫയൽ അങ്ങ് തുറന്നു. ഒരു ടാബ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു, നിങ്ങൾ 2009 ബഡ്ജറ്റ് സ്പീച്ചിൽ 2009 ബഡ്ജറ്റ് സ്പീച്ചിൽ ഗവർണൻസ് റിഫോംസിനെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഞാനങ്ങ് ഫ്ലോറായിപ്പോയി. ബിക്കോസ് ഞാൻ എല്ലാ ബഡ്ജറ്റ് സ്പീച്ചിലും ഗവർണൻസ് റിഫോംസ്, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഓപ്പർച്യൂണിറ്റി, കൺട്രീൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി ഞാൻ ഇങ്ങനെ പറയുന്നത് ആരൊന്നും കേൾക്കുന്നില്ല, പ്രിൻ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ഞാൻ കോൾഡ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ആരും എന്നെ ലീഡറൊന്നും ആരും ഒന്നും ചോദിച്ചിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു ഗവർണർ റിഫോംസിനെ പറ്റി എന്താ നിങ്ങളെ ഐഡിയ, താല്പര്യം? അന്ന് തൊട്ടിട്ട് ഐ സെഡ് ഐ എം ഗോയിങ് ടു ഫോളോ യുവർ ഫുഡ് സ്റ്റെപ്പ്. ബിക്കോസ് ഗവർണൻസ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് ആൾക്കാർ വെറുതെ ഒരു സെമിനാറിലും പറയല്ലാണ്ട് ആരങ്ങനെ സീരിയസ്ലി ഒരു പൊളിറ്റിക്കൽ ലീഡർ എടുത്തിരുന്നില്ല. ആൻഡ് ഹീ ടുക്ക് എടുത്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നോട്ട്സ് എല്ലാം എഴുതി. ആൻഡ് ഇറ്റ് വാസ് എ വെരി വെരി ബ്രില്യൻറ്റ് മീറ്റിംഗ്. ബിക്കോസ് എനിക്ക് ലീഡേഴ്സിനെ പറ്റി ഒരു റീസെറ്റ് എൻ്റെ മൈൻഡിൽ. എനിക്ക് അതുവരെ എൻ്റെ ഒരു ഫീലിംഗ് ഈ ലീഡേഴ്സൊന്നും വായിക്കില്ല, പഠിക്കില്ല, ഇത് വെറുതെ ഇങ്ങനെ പ്രസംഗം കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ടുള്ളൂ. അടൽജി വേറെ ആയിരുന്നു, അഡ്വാണിജി വേറെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓരോരോ പ്രസംഗം, ഒരു ഡെപ്ത് പോകുന്നില്ല. ബട്ട് ഇദ്ദേഹം ഫസ്റ്റ് മീറ്റിങ്ങിൽ ഐ റിയലൈസ്ഡ് ഭയങ്കര ഡീപ്പ് ഗ്രാനുലർ ലെവലിൽ പോകുന്ന ഒരു ലീഡറാണ്. എല്ലാം മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്ന ലീഡറാണ്. സോ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞു, സർ ഐ ആം വിത്ത് യു. പിന്നെ തേർഡ് ടൈമിലേക്ക് വരുന്നത്, തേർഡ് ടേം അതൊരു ഭയങ്കര സ്റ്റോറിയാണ്. ഇന്ന് എല്ലാം പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോറി പറയുന്നത്, 2018 എൻ്റെ സെക്കൻഡ് ടേം കഴിഞ്ഞപ്പോൾ അനന്ത് കുമാർജിയും രാജ്യസഭയിൽ കർണാടകയിൽ ഒരു സീറ്റേ ഉണ്ടായിരുന്നു. അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുമായിരുന്നു. അപ്പോൾ അനന്ത് കുമാർജിയും യെദ്യൂരപ്പ എന്നോട് വന്ന് പറഞ്ഞു, നോക്കൂ ഇപ്രാവശ്യം നമുക്ക് അവിടെ നമ്മളെ ലോക്കൽ കമ്മ്യൂണിറ്റി നോക്കിയിട്ട് കൊടുക്കേണ്ടി വരും, ഒരു സീറ്റേ ഉള്ളൂ, മേജർ കമ്മ്യൂണിറ്റി അങ്ങനെ കൊടുക്കേണ്ടി വരും, നല്ല ജാതി വ്യവസ്ഥ നോക്കിയിട്ട് ലോക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അഥവാ രാഷ്ട്രീയത്തിൽ എനിക്ക് പണിയെടുക്കണമെങ്കിൽ എനിക്ക് കർണാടക അല്ലെങ്കിൽ കേരള, എനിക്ക് അവിടെ വേറെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ പോകാൻ എനിക്കൊരു ആഗ്രഹമില്ല. സോ ലീവ് മീ, സാരില്ല, ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടിയാൽ ഞാൻ മടങ്ങി വരാം. ഞാൻ മടങ്ങി പോകുന്നു. എന്നിട്ട് വീട് സറണ്ടർ ചെയ്ത് ഒരു കണ്ടെയ്നർ, എൻ്റെ 2 കണ്ടെയ്നർ പാക്ക് ചെയ്ത്, ഒരു കണ്ടെയ്നർ ഷിപ്പ് ചെയ്തു. എവിടെ നിന്ന്? ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഷിപ്പ് ചെയ്തു. ബാംഗ്ലൂർ മടങ്ങി പോയി. മൺഡേ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് രാജ്യസഭേൻ്റെ. ഞാൻ ശനിയാഴ്ച എഗെയിൻ ഏഷ്യാനെറ്റിലൊരു മൂവി കാണുമായിരുന്നു. നല്ല ബിരിയാണി എല്ലാം അടിച്ച് ഏഷ്യാനെറ്റിൻ്റെ ബെഡിൽ ഇങ്ങനെ മൂവി കാണുക. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഫോൺ കണ്ട് റിങ് ചെയ്തു. അതിൽ അമിത് ഭായ് ഷാ ഫോണിൽ. എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. റെഡിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിൻ്റെ റെഡി സർ? ഫയൽ ചെയ്യാൻ. എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഫയൽ ചെയ്യാൻ. എല്ലാം മൺഡേ ഫയൽ ചെയ്യണം ആസ് അവർ കാൻഡിഡേറ്റ്. അങ്ങനെയാണ് BJPയിൽ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് 2018 എൻ്റെ ഫസ്റ്റ് ടേം BJP MP. അതിൻ്റെ 2 ടേം മുമ്പ് ഞാൻ NDA MP ആയിരുന്നു, ബട്ട് ഇൻഡിപെൻഡൻറ്റ് NDA MP. പിന്നെ മന്ത്രിയാവുന്ന ഒരു സാഹചര്യത്തേക്ക് വന്നതോ? അതും വേറെ സ്റ്റോറി. ഇത് എനിക്ക് ഇന്ന് ഭയങ്കര ഒരു കഥാപ്രസംഗം മാതിരി അല്ല, അതും ഇങ്ങനെ തന്നെ. ഞാനിപ്പോൾ 2021 ഈ കോവിഡിൻ്റെ ഇതായിരുന്നല്ലോ, അതിൻ്റെ മുമ്പെല്ലാം എനിക്കൊരു തിങ്കളാഴ്ച ഒരു കോൾ വന്നു. നഡ്ഡ അതിന് മുമ്പ് ഏതെങ്കിലും പാർട്ടി പദവി വല്ലതും എടുത്തിരുന്നു? സ്പോക്സ് പേഴ്സണായി, നാഷണൽ സ്പോക്സ് പേഴ്സണായി 2018-19. പിന്നെ 2019 ഇലക്ഷനിൽ ഞാൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പം സജീവമായി BJP-ക്കാരനായി. അതായി. എന്നിട്ട് ഈ ജൂലൈ 1 2 ഒരു മൺഡേ ആയിരുന്നു. നഡ്ഡാജീൻ്റെ കോൾ വന്നു. എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. എന്താ ചെയ്യണം? ഞാനൊരു വാക്സിൻ ക്യാമ്പ് നടത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വാക്സിൻ ക്യാമ്പിലാണ്. ഡൽഹിയിൽ എപ്പോഴാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 6-ാം തീയതി വരുന്നുണ്ട്. ഞങ്ങളുടെ ഫൈനാൻസ് കമ്മിറ്റി ഒരു മീറ്റിംഗ് ഉണ്ട് 7-ാം തീയതി, 6-ാം തീയതി വരുന്നുണ്ട്. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു. ഒന്നും പറഞ്ഞില്ല. അല്ല, 6-ാം തീയതി വരുന്നില്ലേ? വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തിനാണ്, എന്തോ ചെക്കപ്പ് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. 6-ാം തീയതി വൈകുന്നേരം ഞാൻ എത്തിയപ്പോൾ TV-യിലെല്ലാം സോൻസോ ജോയിനിങ്, സോൻസോ മിനിസ്റ്റർ എന്നല്ല, എൻ്റെ പേരൊന്നുമില്ല, എവിടെയില്ല. അപ്പം ഞാൻ പ്രതീക്ഷയില്ല, എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷനും ഇല്ല. ഞാൻ പിന്നെ ഫൈനാൻസ് കമ്മിറ്റീൻ്റെ ഹെഡ് ഒരു MP ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് വിളിച്ചു. ഞാൻ പറഞ്ഞു അല്ല, നാളെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈനാൻസ് കമ്മിറ്റി പോസ്റ്റ്പോൺ ചെയ്യാം, ഞാൻ നാളെ രാവിലെ തന്നെ മടങ്ങി പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട നമുക്ക് നോക്കാം, ഒരു റിപ്പോർട്ട് അഡോപ്റ്റ് ചെയ്യണം, നമുക്ക് മീറ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് വേഗം കഴിയാം. ഓക്കെ. എനിക്ക് രാവിലെ 9:30 മണിക്കൊരു ഒരു കോൾ വന്നു. പ്രൈം മിനിസ്റ്ററിൻ്റെ
വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ട് 11 മണിക്കാണ്, 11:30 മണിക്ക്. ഞാൻ എല്ലാ പാർലമെൻറ്റ് സെഷൻ്റെ മുമ്പ് ഒരു PM ഒരു റിക്വസ്റ്റ് ചെയ്യും, ഒരു 10 മിനിറ്റ് മീറ്റിംഗ്, എൻ്റെ ഐഡിയാസ് കൊടുക്കുക ആസ് എൻ MP. ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ആ റിക്വസ്റ്റിൻ്റെ അക്സെപ്റ്റ് ചെയ്താണ് 11. ഞാൻ 9:30 മണിക്ക് ഇരുന്ന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമായിരുന്നു. ആ കമ്പ്യൂട്ടർ സ്റ്റഡി പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വേഗം ഒരു പ്രസൻറ്റേഷൻ PM കൊടുക്കാൻ ഐ വാസ് മേക്കിംഗ് ഇറ്റ്. എന്നിട്ട് 10 മണിക്ക് സന്തോഷ് ജി വിളിച്ചു. സന്തോഷ് ജി ഞങ്ങളെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആണല്ലോ. അദ്ദേഹം വിളിച്ച് പറഞ്ഞു PMO ഒന്ന് ഫോൺ വന്നോന്ന്. ഞാൻ പറഞ്ഞു വന്നല്ലോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ സന്തോഷ് ജിക്ക് ഇത് മനസ്സിലായത്, കിട്ടിയത് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലല്ല ഞാനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സന്തോഷ് ജി പറഞ്ഞു എന്ത് പ്രസൻറ്റേഷൻ? നിങ്ങളെല്ലാവരും അവിടെ പോവുക, പ്രൈം മിനിസ്റ്റർ നിങ്ങളോട് വെൽക്കം ചെയ്യുക, എന്നിട്ട് നിങ്ങളോട് മിനിസ്ട്രി ജോയിൻ ചെയ്യുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ബ്രീഫ് ചെയ്യും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലീനെ പറയാനും പറ്റിയില്ല, എൻ്റെ ഫാദറും മദറും വന്നില്ല, വൈഫും കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ തന്നെയായിരുന്നു അന്ന് സ്വേറിംഗ്. സന്തോഷിയോട് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇപ്പോൾ അല്ല ഞാനൊന്നും പറഞ്ഞില്ല, അത് പറഞ്ഞ ഞാനൊരു വിഡ്ഢിയാന്ന് വിചാരിക്കില്ല. അപ്പോൾ ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ ഐ വാസ് ഷോക്ക്ഡ്, സർപ്രൈസ്ഡ്. പിന്നെ എന്താ പറയുക, അതൊരു അൺഎക്സ്പെക്റ്റഡ് ഓണർ കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അവിടെ പോയി, എന്നിട്ട് സ്വെയറിംഗിൻ നടന്നു. എന്നിട്ടാണ് ഞാൻ ഏത് വകുപ്പാണെന്നും അറിയത്തില്ല, ഒന്നും പറയില്ല. സ്വെയറിംഗിന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സ്കില്ലും ഇലക്ട്രോണിക്സ് ടെക്നോളജി. ഇത് ഭയങ്കര ഇതായില്ലേ ഇതിൻ്റെ ഒരു കനൽ വഴിയിലൂടെ നടന്നിട്ട് പെട്ടെന്ന് ആ വകുപ്പ് കിട്ടിയപ്പോൾ അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് വന്നു. അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ 15 കൊല്ലമായി, എൻ്റെ 2 more years കഴിഞ്ഞ് എൻ്റെ ടേം കഴിയും. ഞാൻ സ്പോക്സ്മാൻ ആണ്, അങ്ങനെ പൊളിറ്റിക്കൽ വർക്കറാണ്. അതാണ് എൻ്റെ ഒരു ട്രാക്ക്. അതാണ് എൻ്റെ വിശ്വാസം അതായിരുന്നു. ഇതാണ് എൻ്റെ കരിയർ ട്രാക്ക്. ഇത് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പ്രൈം മിനിസ്റ്റർ പറഞ്ഞു പണിയെടുക്കണം, ചെയ്യണം, നന്നായി ചെയ്യണം. മോദിജിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അദ്ദേഹം മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ സംസാരിക്കാറും നമുക്ക് ആവശ്യമുള്ളപ്പോൾ? അല്ല, മോദിജി ഒരു ഞാൻ BJP മിനിസ്റ്ററാണ് അതുകൊണ്ടല്ല പറയുന്നത്. ഒരു ട്രൂലി ഒരു ഇൻസ്പിറേഷണൽ കം ആക്സസിബിൾ പേഴ്സണാണ്. എന്നോട് ആദ്യം ഞാൻ മിനിസ്റ്ററായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും, ഞാൻ പബ്ലിക് സേവനയ്ക്ക് വന്നതാണ് പോളിറ്റിക്സിൽ. അത് ഒരു സ്റ്റാൻഡേർഡ് സ്പീച്ചല്ലേ. ഞാൻ അതെല്ലാം പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ എന്നോട് നോക്കി പറഞ്ഞു അതെല്ലാം ശരിയാണ്, ബട്ട് യു ഷുഡ് ബി സക്സസ്ഫുൾ. അതെ, കൺട്രിക്ക് വേണ്ടി താങ്കൾ യു ഷുഡ് ബി സക്സസ്ഫുൾ. അത് എൻ്റെ മൈൻഡിൽ അന്നും ഉണ്ട്, അന്ന് എംബെഡ് ചെയ്ത് ഇന്നും ഉണ്ട്. എന്ത് ചെയ്താലും കൺട്രിക്ക് അത് സക്സസ്ഫുൾ ആവണമെന്ന് ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. എന്നിട്ട് വെരി എന്താ പറയുക സപ്പോർട്ടീവ്. എന്തെങ്കിലും ഒരു കൗണ്ടർ വ്യൂ ഉണ്ടെങ്കിലും പറയാനെങ്കിലും ഒരു കോൺഫിഡൻ്റ്ലി പറയാം. അദ്ദേഹത്തിൻ്റെ വ്യൂ വയ്ക്കും. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, വർക്ക് ചെയ്ത് വൃത്തിയാവണം. എത്തിക്കൽ ഇൻറ്റഗ്രിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. വർക്ക് നോൺ സ്റ്റോപ്പ് ചെയ്യണം. ഒരു വർക്ക് ഒരു അർജൻസി കൊണ്ട് ചെയ്യണം. ഇത് റിലാക്സ് ചെയ്തിട്ട് ഒരു 10 കൊല്ലം ഉണ്ടെന്ന് ആ വിചാരത്തിൽ ചെയ്യാൻ പാടില്ല. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഞാൻ പഠിച്ചത് അദ്ദേഹത്തിന് ഈ പോളിറ്റിക്സ്, ഇന്നത്തെ രാഷ്ട്രീയം ആൾക്കാർക്ക് വേണ്ടത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഈ സ്ലോഗനിയറിങ്ങും വേണ്ടാത്ത എന്തെങ്കിലും പറയുന്നത് ചെയ്യാൻ പറ്റാത്ത പറയുക, പ്രോമിസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പഠിച്ചത് പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നത് പറയുക. അതാണ് എൻ്റെ പോളിറ്റിക്സ്. ഇത് ഞാൻ അദ്ദേഹത്തിന് പഠിച്ചതാണ്. അതാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ഞാനും പറയുന്നത്. അപ്പോൾ ഈ IT മേഖലയെ കിട്ടിയത് കൊണ്ട് തന്നെ ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലേ? നമുക്ക് ഒരുപാട് ബേസിക് പണ്ടത്തെ അനുഭവത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ടെക്നോളജീനെ പറ്റി അദ്ദേഹത്തിന് ഒരു വലിയ ഡീപ്പ് നോളജ്, വിഷൻ, ബ്രോഡ് നോളജും ഉണ്ട്, ഒരു ഡീപ്പ് വിഷനും ഉണ്ട്. അതിനെ കൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ഗവർണൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ കൊണ്ട് ടെക്നോളജീനെ കൊണ്ട് എങ്ങനെയാണ് ഈ നമ്മളെ ലൈഫ്, സിറ്റിസൻസ് ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷൻ ടെക്നോളജീൻ്റെ ഈ യൂണിക്കോൺ മാത്രമല്ല, ബില്യണേഴ്സ് ഉണ്ടാക്കുന്ന അതല്ല. അദ്ദേഹത്തിൻ്റെ വിഷൻ
ഈ നമ്മളുടെ പഴയ നറേറ്റീവ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ നറേറ്റീവ്, ഡൽഹിയിൽ നിന്ന് 100 രൂപ വിട്ടാൽ എത്തുന്നത് 15 രൂപയാണ്. അത്ര വരത്തില്ല. ആ ലീക്കി ഗവർണൻസിൻ്റെ ആ നെറേറ്റീവിനെ ചേഞ്ച് ചെയ്യാൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് UPI, JDY, DBT ചെയ്ത് ഇന്ത്യ ഒരു ഡിസ്ഫങ്ഷണൽ ഡെമോക്രസിയാണ് എന്ന നെറേറ്റീവ് മാറ്റിയിട്ട് ഒരു പവർഫുൾ പെർഫോമിംഗ് ഡെമോക്രസിയാണ്, അതിൻ്റെ ഗവർണൻസ് വർക്ക്സ്, ആ നെറേറ്റീവ് ടെക്നോളജീൻ്റെ ഉപയോഗത്തോട് ചേഞ്ച് ചെയ്യുന്ന അദ്ദേഹത്തിന് ആ വിഷനുണ്ടാണ്. ഈ റെഡ് ടൈപ്പ് അഴിക്കാൻ പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ടല്ലോ, ഈ ലൈസൻസിങ്ങും അതടക്കം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു കോർ പ്രിൻസിപ്പിളാണ്. ഇതിലാണ് നമുക്ക് ഈ കൺവെൻഷണൽ പോളിറ്റിക്സും നരേന്ദ്രമോദിജീൻ്റെ ഒരു ക്ലിയർ വ്യത്യാസം. നരേന്ദ്രമോദിജി പ്രോ ബിസിനസ് ആണെന്ന് എല്ലാവരും പറയും. ബട്ട് അദ്ദേഹം പ്രോ ബിസിനസ് ആണ് എന്തിന്? അദ്ദേഹത്തിൻ്റെ എക്വേഷനിൽ ഇക്കോണമി എക്സ്പാൻഡ് ചെയ്താലാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിസോഴ്സസ്. ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത അഡീഷണൽ റിസോഴ്സ് ആണ് പാവങ്ങൾക്ക് വലിയ സ്കീംസ് കൊടുത്ത്, ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്ത്, വെൽഫെയർ മെഷേഴ്സും സ്കില്ലിങ്ങും എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി. ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. നമ്മൾ കേരളം മാതിരി ഒരു ഗ്രോത്തും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ബട്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണം എന്നൊരു വിചാരം മാത്രം എടുത്തിട്ട് നടന്നാൽ പറ്റില്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഹീ ഈസ് വെരി പ്രോ ഇക്കണോമിക് എക്സ്പാൻഷൻ. അതിൽ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടാവണം, എത്തിക്കൽ ബിസിനസ്. അത് വെരി ക്ലിയറാണ്. പണ്ട് ചെയ്യുന്ന മാതിരി ഒരു 4-5 ബിസിനസ് ഞാൻ പാർലമെൻറ്റ് റേസ് ചെയ്ത ഇഷ്യൂ 2012. ഇന്ത്യൻ്റെ 97% ബാങ്കിങ് സിസ്റ്റമിൻ്റെ നെറ്റ്വർത്ത് UPA ടൈമിലാണ്, ഇത് ഫാക്റ്റാണ്. 97% ഓഫ് ഇന്ത്യ ബാങ്കിങ് നെറ്റ്വർത്ത് വാസ് ലെൻഡ് ടു ആൻഡ് ബോറോഡ് ബൈ 9 ഗ്രൂപ്പ്സ്. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഒരു 10ാമത്തെ ആൾ ഉണ്ടെങ്കിലും, ഐഡിയ ഉണ്ടെങ്കിലും, കമ്പനി ഉണ്ടെങ്കിലും, ബിസിനസ് ഉണ്ടെങ്കിലും അയാൾക്ക് കാശില്ല. അതായിരുന്നു സിറ്റുവേഷൻ. ഇന്ന് അതല്ല. ഇന്ന് വലിയ കമ്പനീസും ഉണ്ട്, ആയിരക്കണക്കിൽ സ്റ്റാർട്ടപ്സും ആയിരക്കണക്കിൽ MSMEസും ഉണ്ട്. അവർക്കും ക്രെഡിറ്റ് കിട്ടുന്നു, അവർക്കും കാശ് കിട്ടുന്നു. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ആണ് ഏറ്റവും വലിയ എനേബിളർ ഓഫ് പോവർട്ടി റിഡക്ഷൻ, ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ ഹു നീഡ് ഹെൽപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരു കോർ ബിലീഫാണ്. അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ് പ്രോ ബിസിനസ് ആണ്, തേങ്ങയാണ് വാങ്ങയാണ്, ആനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞു. അപ്പം ഈ കമ്പനിയുടെ ഞാൻ ഇത് അവസാനിപ്പിക്കും ഈ ഭാഗം. കമ്പനിയുടെ CEO ആയിരുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തിയിരുന്നത് അതേ സാധനമാണ് ഇപ്പോൾ ഗവേണൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു ഈസിനെസ് ഇല്ല. അതായത് BPL നടത്തിയത് അടക്കമുള്ള ആ എക്സ്പീരിയൻസ് അല്ല, അതിൽ ആ എക്സ്പീരിയൻസും ഈ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും കുറച്ചൊരു വ്യത്യാസമുണ്ട്. മിസ്റ്റേക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഗവർണൻസ് CEO ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് അങ്ങനത്തെ മേഖലയല്ല. ഇതിൽ സെൻസിറ്റിവിറ്റി, എംപത്തി, ടീം വർക്ക്, എല്ലാവരെയും. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൽ ഞങ്ങൾ പോളിസി ഉണ്ടാക്കുമ്പോൾ ഒരു CEO ആണ്, ഞാനൊരു മിനിസ്റ്ററാണ്, ഇതാണ് പോളിസി ബിക്കോസ് ഞാനാണ് ഭയങ്കര റൈറ്റ് ആളെന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിൻ്റെ ഒരു ഡിക്റ്റമുണ്ട്. നമ്മൾ പോളിസി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ പോളിസീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും ഇരുത്തി അവരോട് ചോദിക്കണം, ഈ പോളിസീന് നിങ്ങളെന്താ കമൻറ്റ്, നിങ്ങളെന്താ ഫീഡ്ബാക്ക്. എന്നിട്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നല്ല പോളിസി ഉണ്ടാക്കേണ്ടത്. സോ ഗവർണൻസ് ഒരു സൈഡിൽ ഒരു അർജൻസിയും ഉണ്ട്, ബട്ട് അതിൽ ഒരു പാർട്ടിസിപ്പേറ്ററി മോഡലാണ്. മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വ്യൂ എടുത്തിട്ടാണ് എല്ലാവരെയും കൂടെ കൊണ്ട് നടന്ന് ആണ് ചെയ്യേണ്ടത്. അതൊരു വ്യത്യാസമുണ്ട് ഫ്രം കോർപ്പറേറ്റിൽ ഒരു CEO ഒരാളോട് പറഞ്ഞു ചെയ്യൂ, ബാക്കി അവർ ചെയ്യുന്നു. അവർ ചെയ്യുന്നു. ഇതങ്ങനെയല്ല. ഇത് ഗവർണൻസിൽ എസ്പെഷ്യലി അണ്ടർ മോദിജി ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ്. എല്ലാവരും ഫീഡ്ബാക്ക് എടുക്കാം, എല്ലാവർക്കും ക്രിട്ടിസൈസ് ചെയ്യാം. ഞാനിപ്പോൾ ട്വിറ്ററിൽ ഞാൻ ശരിക്ക് ചെയ്ത പോളിസിയും കുറേ ആൾക്കാർ ട്രോൾ ചെയ്യും, ചിലപ്പോൾ മനസ്സിലായിട്ട് ഞാനത് പേഷ്യൻ്റ്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യും. മിന്നാന്നൊരു ഇഷ്യൂ വന്നു, AI-ൻ്റെ ഞങ്ങളൊരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തു. പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. ആരും അത് ഇൻറ്റർപ്രറ്റ് ചെയ്തു, ഒരു സ്പിൻ കൊടുത്തു. അത് പേഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ചെയ്യുക. അതാണ് ഞങ്ങളൊരു സിഗ്നേച്ചർ. ഈ ഗവൺമെൻറ്റിൻ്റെ സിഗ്നേച്ചറാണ്. എല്ലാവരെയും കൂടെ ഒരു പാർട്ടിസിപ്പേറ്ററി മോഡൽ കൊണ്ടാണ് ഗവർണൻസ് ചെയ്യുന്നത്. അവസാന ഭാഗത്തേക്ക് പോകുന്നു. അങ്ങിപ്പം ഒരു ഇലക്ഷനിൽ മത്സരിക്കും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ നേരത്തെ. അങ്ങനെ
പെട്ടെന്ന് ആ ഒരു വളരെ ആക്റ്റീവായ ഇലക്ഷനിലേക്ക് വരുന്നു? എന്താണ് ഇപ്പം ഇങ്ങനൊരു തീരുമാനവും ഇങ്ങനെ വരും? അല്ല, അത് ഞാനിപ്പോൾ 2006 തീരുമാനിച്ചില്ല, അത് വന്നു ചെയ്തു. എൻ്റെ ലൈഫിൽ എല്ലാ ചാലഞ്ചസും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ ഒന്നായി കരുതുന്നു. വരും, ഞാനത് ഗ്രാബ് ചെയ്യും, എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും, അതിനെ സക്സസ്ഫുൾ ആക്കാൻ ഞാൻ പ്രയത്നിക്കും. അതാണ് ഇതും. എനിക്ക് ലോക്സഭ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഒരു അഭിമാനം ടൈപ്പും ഉണ്ട്. ബിക്കോസ് എന്നെ നരേന്ദ്രമോദിജി ലോക്സഭ മെറ്റീരിയൽ ആണെന്ന് അത് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഞാൻ കൺസിഡർ തന്നെ ചെയ്തിട്ടില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു ടെക്നോക്രാറ്റ് ആണ്, എക്സ് ഓൺട്രപ്രണർ ആണ്, രാജ്യസഭയാണ്, നിങ്ങളെങ്ങനെ ഈ പോപ്പുലിസ്റ്റ് പോളിറ്റിക്സ് എല്ലാം നിങ്ങൾക്കൊന്നും അത് പറ്റില്ല, യു ആർ നോട്ട് കേപ്പബിൾ, എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ആദ്യം. ബട്ട് പ്രൈം മിനിസ്റ്റർ എന്നെ പിക്ക് ചെയ്തു, കേരള നാടിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിൻ്റെ കാൻഡിഡേറ്റ് ആക്കി. അത് എനിക്കൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റാണ്, ഒരു പ്രിവിലേജാണ്. അതിൻ്റെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ അഡാപ്റ്റ് ചെയ്യും, എങ്ങനെ ഞാൻ അത് ടേക്ക് ഫോർവേഡ് ചെയ്യും, അത് നമുക്ക് വരുന്നതിന് കാണാം. ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്വീകരണം എങ്ങനെ ഫീൽ ചെയ്തു? ഈ ഓപ്പണിങ് നല്ലതാണ്. എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം വന്നിട്ടുണ്ടല്ലോ, കൊച്ചിയിലും വന്നിട്ടുണ്ട്, കുറേ കേരളയിൽ ഞാൻ എൻ്റെ പ്രവാസ് കുറേ ഉണ്ടായിരുന്നല്ലോ ആസ് മിനിസ്റ്റർ ആൻഡ് ആസ് MP. എനിക്ക് ഈ ഫീലിംഗ് കേരള നാടിലൊരു ചേഞ്ച് വേണം, ജനങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്നൊരു ഫീലിംഗ് എനിക്ക് 2-3 കൊല്ലമായിട്ട് എനിക്ക് പാൽപ്പബിൾ ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഇന്നലത്തെ സ്വീകരണം, ഇന്നലെയും ജനങ്ങളെ മീറ്റ് ചെയ്ത് അവരുടെ റെസ്പോൺസ്, ഒരു പ്ലാൻഡ് മീറ്റിംഗ് ഒന്നുമില്ല, ഒരു സ്പോണ്ടേനിയസ്, എനിക്കൊരു ഐ എം വെരി കോൺഫിഡൻറ്റ്, ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ ഈ 60-70 കൊല്ലമായിട്ട് ഒരു ലോഗ് ജാമിൽ ഉത്തരം 2 ഡിഫങ്ക്ട് ഐഡിയോളജീസിനെ ഈ തിരുവനന്തപുരം കേരളനെ പിടിച്ച് ഒരു ബാക്ക് ഫുട്ടിലും ബ്രേക്ക് ഇട്ട് വെച്ച് അത് ആ സമയം കഴിഞ്ഞു. ഇനി ഒരു ചേഞ്ചിൻ്റെ സമയമാണ്, ഒരു ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ സമയമാണ്. ബാക്കി ഇന്ത്യയിൽ നടക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ ഇവിടെയും വേണം. ഇവിടുത്തെ കുട്ടികൾക്കും സിദ്ധാർത്ഥ മാതിരി ഒരു ഗ്രീഫും പെയിനും വയലൻസിൻ്റെ ഫ്യൂച്ചറല്ല വേണ്ടത്. അവർക്കൊരു ഹോപ്പ്, ഓപ്റ്റിമിസം, കോമ്പറ്റീഷൻ, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഫ്യൂച്ചറാണ് അവർക്ക് വേണ്ടത്. അത് എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് ഒരു ഡീപ്പ് ഫീലിംഗ്. ഇന്ന് കോളേജിൽ പോയിട്ട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്കില്ലിങ്ങിനെ പറ്റി അതൊരു പാൽപ്പബിൾ, അതൊരു ഓബ്വിയസ് ആയിട്ട് ഫീലിംഗ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഫീലിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഞാൻ പ്രയത്നിച്ചില്ലെങ്കിൽ ഐ വിൽ ബി ഫെയിലിംഗ് ദ പീപ്പിൾ ഓഫ് തിരുവനന്തപുരം. ആ ഫീലിംഗ് കൊണ്ടാണ് ഞാൻ. എന്താണ് തിരുവനന്തപുരത്തിന് കൊടുക്കാനുള്ള വാഗ്ദാനം എന്താണ്? അങ്ങ് MP ആക്കി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അങ്ങ് എന്ത് ചെയ്യും തിരുവനന്തപുരത്തിന്? ഞാൻ വെരി ക്ലിയർ, തിരുവനന്തപുരം നമ്മുടെ സൗത്ത് ഇന്ത്യൻ്റെയും കേരളേൻ്റെ ഒരു മോഡൽ, ഇക്കണോമിക് മോഡൽ. അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഞാൻ ഡെവലപ്മെൻറ്റ് അറ്റ് എനി കോസ്റ്റിൽ വിശ്വസിക്കുന്ന ആളല്ല. ടൂറിസം, IT, ടെക്നോളജി ഹബ്, സ്കില്ലിംഗ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, ഇതെല്ലാം ഞാൻ വേറെ സ്റ്റേറ്റിൽ ചെയ്തതാണ്. ഇന്നലെ ഞാൻ ട്വീറ്റ് ചെയ്തതാണ്. ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയും അവരെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ ഇത്ര സ്പീഡ് കൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ 2023 മാത്രം അവർ 1.3 lakh ന്യൂ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു. ഡയറക്റ്റ് ജോബ്സ്, ഇൻഡയറക്റ്റ് വിടും, ഡയറക്റ്റ് ജോബ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്താ ഇവിടെ വരാത്തത്? അത് തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്, ജോയിനിങ് കർണാടകയിൽ വന്ന് നമ്മൾ കേരളയിൽ എന്താ വരാത്തത്? അതിൽ thousands of acres ലാൻഡ് ആവശ്യമില്ല, ക്ലീനാണ്, സസ്റ്റൈനബിൾ മാനുഫാക്ചറിങ് ആണ്, ഗ്രീൻ മാനുഫാക്ചറിങ് ആണ്. അതെല്ലാം നമ്മുടെ നാടിന് ഏറ്റവും സൂട്ടഡ് മാനുഫാക്ചറിങ് ആണ്. ഒരു സമയത്ത് തിരുവനന്തപുരം ആയിരുന്നു IT-ൻ്റെ പയനിയർ രാജ്യത്തെ. 95-96 ആദ്യം IT-നെ പറ്റി പറയുന്നതും ടെക്നോ പാർക്കിനെ പറ്റി പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. ഇന്ന് നമ്പർ ഏതാ? 22-23 നമ്പറാണ് സ്റ്റാർട്ടപ്സിൽ. അതെന്താ? ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. ഞാൻ ബാംഗ്ലൂരിൽ മീറ്റിംഗ് ചെയ്യുമ്പോൾ
128 130 സ്റ്റാർട്ടപ്സിന്റെ കൂടെ മീറ്റിംഗ് ചെയ്യുമ്പോൾ 35 മലയാളീസാണ്. ഹൈദരാബാദിലും അതെ, ആ, പൂനെയിലും അതെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാ. അപ്പോൾ ഇതെല്ലാം ഒരു എൻ്റെ ഒരു കണ്ടൻഷൻ എന്താ വെച്ചാൽ, മലയാളീസിൻ്റെ എൻ്റർപ്രൈസും മലയാളീസിൻ്റെ കേപ്പബിലിറ്റീസും മലയാളീസിന് ഒരു സക്സസ് വേണം, അവരുടെ ഒരു ഫീലിങ്ങും ഒരു ഡിഫറൻസും ഇല്ല. അവർക്ക് ആ ഒരു സക്സസ്സിന് അവർക്കും വേണം. ബട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എനേബിളിങ് എൻവയറമെൻ്റ് ഇല്ല. മനസ്സിലായി. കോളേജസ് ഇല്ല, സ്കിൽ സെൻറ്റേഴ്സ് ഇല്ല, ഇൻഡസ്ട്രീന് വരാൻ ഒരു എൻകറേജ്മെൻ്റ് ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ജോബില്ലെങ്കിൽ പിന്നെ കുട്ടികൾ പുറത്തു പോകും. സോ ഇതെല്ലാം മാറ്റി ഒരു റോബസ്റ്റ് ഇക്കണോമിക് മോഡൽ, സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ആ റൂട്ട് കൂടെ കേരള നാടിൻ്റെ ഒരു ഇക്കണോമിക് റിവൈവൽ റിഫോർമേഷൻ അടുത്ത 5-6 കൊല്ലത്തിൽ നടത്താൻ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു വിഷൻ. പക്ഷേ ഈ സ്റ്റേറ്റ് വേറെ ഭരണമാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമില്ലേ, അതിനെ അതിജീവിക്കാൻ പറ്റും? സെൻട്രലിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റും? അല്ല, അതിപ്പോൾ കുറേ സ്റ്റേറ്റിലുണ്ടല്ലോ. ഐഡിയലി 2 സ്റ്റേറ്റിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ബെനിഫിറ്റും ട്രിപ്പിൾ ബെനിഫിറ്റാണ്. അത് അല്ലെങ്കിലും ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് എങ്ങനെയാണ്? AIDMKൻ്റെ ഗവൺമെൻറ് ആയിരുന്നു, ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. ഇപ്പോൾ DMKൻ്റെ ഗവൺമെൻറ് ഉണ്ട്, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് BJPൻ്റെ ആണ്, NDA ആണ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. 2 ഗവൺമെൻറ് സെയിം ആവുന്നു, ബട്ട് അതൊരു നെസസറി ഇഷ്യൂ അല്ല, അതൊരു മസ്റ്റ് ഹാവ് അല്ല. അത് ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ കുറേ സാധ്യതയുണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, ഐഡിയാസും ഉണ്ട്. അത് ചെയ്യാനൊരു ശക്തിയും ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ പിണറായി വിജയൻ കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, അതൊക്കെ എന്താ ഇപ്പോൾ അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു ഡിഫങ്ക്ഡ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതെല്ലാം ഈ കാൾ മാർക്സും സ്റ്റാലിനിസ്റ്റ് റഷ്യയും മാവ്സെ തുങ്ങിൻ്റെ ചൈനേൻ്റെ ഒരു ഒത്തോറിറ്റേറിയൻ സ്ട്രീക്ക് ഈ സമയത്തും ഈ കാലത്തും ഇന്ത്യയിലും കേരളയിലും കൊണ്ടുവന്നതെല്ലാം ഞാൻ പറഞ്ഞതൊരു ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഏത് ലാലാ ലൈനിലാണ് ഇവർ ജീവിക്കുന്നത്. ഇത് എന്തൊരു ദുനിയാവിലെതിരെ ഇപ്പോഴും കേസുകളാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതെ, ഇത് എന്നിട്ട് ഡൽഹി വന്ന അവർ പറയും ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്നിട്ട് ഇവിടെ വന്ന എനിത്തിങ് ബട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്. സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ തമിഴ്നാട് സ്റ്റാലിൻ അല്ല, നമ്മളുടെ USSRൻ്റെ സ്റ്റാലിൻ്റെ മോഡലാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇത് റെട്ടറിക്കായിട്ട് പറയല്ല, ഈ എല്ലാ ഐഡിയോളജീസും അതിൻ്റെ ഡൈയിങ് ഫേസിൽ ഒരു ഡെത്ത് ത്രോസ് ഉണ്ട്. ഈ ഡെത്ത് ത്രോസിൽ അവർ എന്തും ചെയ്യും, അതാണ് ഞാൻ കാണുന്നത്. ഇത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഹമാസിനെ പറ്റി പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്ന് ഒരു ക്ലിയർ എവിഡൻസാണ്. ഇതൊരു എന്താ പറയുക, ഒരു സെൻസ്ലെസ് റെസ്പോൺസ് ടു എ സെൻസിബിൾ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഒരു ഡെത്ത് ത്രോസ് ഓഫ് എ ഡിഫങ്ക്ട് ഐഡിയോളജിയാണ് ഞാൻ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതും സെയിം അങ്ങനെ കോൺഗ്രസ്സിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അവരുടെ ഡിഫറൻസ് ഇത് അവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവർ വേറെ സ്റ്റൈലിലാണ് അത് ചെയ്യില്ല. അതെ, എന്നിട്ട് നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫണ്ടമെന്റൽ പില്ലറാണ് ഈ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച്. മീഡിയന് ഓക്കെ, പോളിറ്റീഷ്യനായ മീഡിയേൻ്റെ കൂടെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടാവും, അതൊരു നോർമൽ ഇതാണ്, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് അതുകൊണ്ട് മീഡിയേൻ്റെ മേലെ ഇപ്പോൾ ജയിലിൽ അയച്ച് മീഡിയേൻ്റെ മേലെ കേസ് ഇട്ട് അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ നോക്കിയ, എന്നിട്ട് അത് സെയിം ടൈം അവിടെ പോയി പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, ഇത് എന്ത് ഹിപ്പോക്രസീൻ്റെ ഒരു അടുത്ത ലെവലിൽ ഹിപ്പോക്രസിയാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വളരെ സന്തോഷം, വിജയാശംസകൾ. താങ്ക് യു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.